ഈ വീഡിയോയിൽ ഇറാൻ ഇതര വിഷയങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് ശരിക്കും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇറാൻ്റെ വിഷയത്തിൽ ട്രംപ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇറാനിൽ കുടുങ്ങി കിടക്കുകയാണ്. കാരണം ജിയോ പൊളിറ്റിക്സ് എല്ലാം തന്നെ ഇറാനെ കേന്ദ്രീകരിച്ചാണ് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് മറ്റുള്ള വിഷയങ്ങളിലേക്കും കൂടി ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടതുണ്ട്. കാരണം അവിടെ കുറച്ച് വിഷയങ്ങൾ ഗുരുതരമായി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ ആ സബ്ജക്റ്റ് ഒന്ന് തീർത്തിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാനെ ആക്രമിക്കുമെന്നോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ട്രംപ് ഇന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന്, അതായത് ഇറാനിയൻ ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ പോകുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് ഞങ്ങളിപ്പം കീനായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജസ്റ്റ് വാച്ചിങ്. പിന്നെ രഹസ്യമായിട്ടുള്ള പ്ലാനുകളൊന്നും അങ്ങനെ ട്രംപ് തുറന്നു പറയില്ല. കഴിഞ്ഞ തവണ തന്നെ ഡീഗോ ഗാർസിയയിലും പല സ്ഥലങ്ങളിലും B2 ബോംബറൊക്കെ കൊണ്ട് വെച്ചിട്ട് കറക്റ്റ് അമേരിക്കയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് വന്ന് ബോംബ് ഇട്ടിട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് കഴിഞ്ഞ തവണ ഫോർഡോ ന്യൂക്ലിയർ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്ത സമയത്ത്. അപ്പോൾ അതേപോലെ അമേരിക്കയ്ക്ക് സീക്രട്ട് മിഷൻ ഉണ്ട്. ഞാൻ വെക്കുന്ന മാപ്പ് നിങ്ങൾ കണ്ടോളൂ. ഇതിനകത്ത് ഗ്രീൻ കളറിൽ വാർഷിപ്പുകൾ കാണാൻ കഴിയും, അതേപോലെ ബ്ലൂ കളറിൽ വാർഷിപ്പുകൾ കാണാൻ കഴിയും, അതുപോലെ റെഡ് കളറിൽ വാർഷിപ്പുകൾ കാണാൻ കഴിയും, ഓറഞ്ച് കളറിലും കാണാൻ കഴിയും. ഇതിനകത്ത് ഗ്രീൻ കളർ എന്തിനാണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ അതുപോലെ തന്നെ റെഡ് സീ രണ്ട് ഏരിയയും ഫോക്കസ് ചെയ്ത് നീങ്ങാണ് ഈ ഗ്രീൻ കളർ വാർഷിപ്പുകൾ. റെഡ് കളർ വാർഷിപ്പുകൾ ഇപ്പോൾ കറന്റ്ലി ആക്റ്റീവ് അല്ല, അത് മെയിൻ്റനൻസിലാണ്. ബ്ലൂ കളർ ആണെങ്കിൽ അതും ആക്റ്റീവ് മോഡാണ്, ആവശ്യം വന്നെങ്കിൽ അതും വരും. അതേപോലെ ഈ ഓറഞ്ച് കളർ എന്നുള്ളത് അത് ശരിക്കും മെയിൻ്റനൻസിന് പോകേണ്ട സാഹചര്യമാണ്, പക്ഷേ വേണ്ടി വന്നാൽ അതും അവർ ഓപ്പറേഷനിലേക്ക് കൊണ്ടുവരും. ഇതാണ് നിലവിലെ സാഹചര്യം. അമേരിക്കയുടെ വാർഷിപ്പുകളുടെ സ്റ്റേറ്റസുമായിട്ട് ബന്ധപ്പെട്ട മാപ്പാണ്. അപ്പോൾ ഇത് ശരിക്കും എന്താണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ ശരിക്കും ഫൈറ്റർ ജെറ്റുകൾക്ക് വേണ്ടിയിട്ട് അമേരിക്ക വെയിറ്റ് ചെയ്യുകയാണോ എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. എവിടെ? ഇറാൻ്റെ ഉള്ളിലേക്ക് ഒരു ആക്രമണം നടത്താൻ. ഇറാൻ ആണെങ്കിൽ ഇന്നലെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നിട്ടും അമേരിക്ക ആക്രമണം നടത്തിയില്ല. ശരിക്കും ട്രംപ് അല്ല യുദ്ധം നടത്തുന്നത്, മാധ്യമങ്ങളാണ് യുദ്ധം നടത്തുന്നത്. അമേരിക്കയുടെ പക്കൽ നിന്നും ഇറാനെതിരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റും പുറത്തു വന്നിട്ടില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇറാന്റെ ഉള്ളിൽ നിന്നും അമേരിക്കയ്ക്കെതിരെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അമേരിക്കയെ മയപ്പെടുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്. ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനമാണ് വന്നിരിക്കുന്നത്. ഇസ്രായേലിനെ അവർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയർ പ്ലാന്റ് അഥവാ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ അതാണ് ഇറാന്റെ ലക്ഷ്യം എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാന്റെ മേലൊരു ആക്രമണം നടത്തിയാൽ തിരിച്ച് ഇസ്രായേലിന്റെ ന്യൂക്ലിയർ പ്ലാന്റ് അവർ അടിച്ചു തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഞങ്ങളുടെ മേളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം അതെടുത്ത് മാറ്റുക. കാരണം ഈ ഉപരോധം കൊണ്ടാണല്ലോ സാമ്പത്തിക ഞെരുക്കം വരുന്നത്. ഈ സാമ്പത്തിക ഞെരുക്കം വന്നതുകൊണ്ടാണല്ലോ ഈ കറൻസി മൂല്യം ഇങ്ങനെ തകർന്നടിഞ്ഞു പോയതും ഞങ്ങൾക്ക് സാമ്പത്തികമായി പുരോഗതിയിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ ഇങ്ങനെ തെരുവിലിറങ്ങുന്നത്. അപ്പൊ അതിന്റെ കാരണം നിങ്ങളാണല്ലോ. ഇറാന്റെ നന്മയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സാമ്പത്തിക ഉപരോധം അതെടുത്ത് മാറ്റണമെന്നാണ് ഇറാന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ്. ഇതിന് അമേരിക്കയുടെ പക്കൽ ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾ ന്യൂക്ലിയർ ഡീലിലേക്ക് വരൂ എന്നാണ് അവർ വിളിക്കുന്നത്. അതിന് ഇവർ പോകാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ് ഈ സാമ്പത്തിക ഉപരോധം ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. ഇനി അതൊരു സൈഡിൽ നിൽക്കെ അടുത്ത് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ബാലിസ്റ്റിക് മിസൈൽ വേണം, തീർച്ചയായിട്ടും ബാലിസ്റ്റിക് മിസൈൽ വേണം. ന്യൂക്ലിയർ ആയുധത്തിനെ കുറിച്ച് ഞങ്ങൾ ഇപ്പം സംസാരിക്കുന്നില്ല, പക്ഷേ ബാലിസ്റ്റിക് മിസൈൽ ഞങ്ങളുടെ ആവശ്യമാണ്, അത് ഞങ്ങളുടെ ഡിറ്ററൻസ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഡിഫൻസിന്റെ ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബാലിസ്റ്റിക് മിസൈൽ വേണം, അതില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അബ്ബാസ് അറക്ചി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. ഇറാന്റെ ഉള്ളിൽ പ്രതിഷേധം തുടർന്ന് നടക്കുന്നുണ്ട്, അതൊരു സൈഡിൽ നടക്കുകയാണ്. അപ്പോഴത്തേക്കാണ് റെയ്സ പെലവിയും പിന്നെ മറ്റേ ട്രംപിന്റെ ഉപദേശകനുണ്ടല്ലോ, പിന്നെ റിപ്പബ്ലിക്കന്റെ കോൺഗ്രസ് മെമ്പർ ലിൻസി ഗ്രഹാം, ഇവർ രണ്ടുപേരും ഒരു ജോയിന്റ് പ്രസ്താവന ഇവർ കൂടിക്കാഴ്ച നടത്തിയിട്ട് രണ്ടുപേരും കുറെ നേരം സംസാരിച്ചിട്ട് അവസാനം മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗൈൻ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നൊക്കെയാണ് രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാൾക്കാരും കൂടി ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലിൻസി ഗ്രഹാം സംസാരിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും ട്രംപിന്റെ സൈഡിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു നടപടി വരാനുള്ള സാധ്യതയുണ്ട്. ലിൻസി ഗ്രഹാം ചില്ലറക്കാരനല്ല, അയാൾ ട്രംപിന് സ്ക്രൂ കൊടുക്കുന്നതിലെല്ലാം മിടുക്കനാണ്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ട്രംപ് ആ വഴിക്ക് നീങ്ങും. ഇപ്പൊ ഇയാളാണല്ലോ ഇന്ത്യക്ക് മേളിൽ ഈ റഷ്യൻ എണ്ണയുടെ പേരിൽ താരിഫ് ഇംപ്ലിമെന്റ് ചെയ്യാൻ കാരണമായി തീർന്നത് ലിൻസി ഗ്രഹാമാണ്. ഇയാൾ എപ്പോഴും പറയുന്നത് റഷ്യയുടെ വാർ മിഷനെ ചലിപ്പിക്കുന്നത് ഇന്ത്യൻ മണിയാണ്, ചൈനയുടെ മണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഇന്ത്യക്കെതിരെയൊക്കെ ഈ താരിഫ് ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പൊ ഇറാനെ ഇപ്പൊ അടിക്കും, നാളെ അടിക്കും, അടുത്ത മണിക്കൂറിൽ അടിക്കും എന്ന് പറഞ്ഞിട്ട് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ മുറവിളി കൂട്ടുന്ന മുറയ്ക്ക് അമേരിക്ക അടിക്കില്ല, രഹസ്യമായിട്ട് കൃത്യമായിട്ട് അടിക്കും. പിന്നെ ഒരു സൈഡിൽ പറയപ്പെടുന്നത് എങ്ങനെയാണോ വെനിസുലയിൽ ഒരു ഓപ്പറേഷൻ നടത്തിയത്, നിക്കോളാസ് മദുറാവോവിനെ പൊക്കിയെടുത്തുകൊണ്ട് പോയത്, അതേപോലെ ആയത്തുൽ ഖമനേയ്ക്ക് ഒരു ട്രാപ്പ് ഒരുക്കുന്നുണ്ട്. അയാൾ എവിടെയാണ് താമസിക്കുന്നുള്ളത് കൃത്യമായി കണ്ടെത്തി ആ ഇൻഫർമേഷൻ കിട്ടുന്നത് വരെ സമയമെടുത്ത് നൈസായിട്ട് അയാളെ പൊക്കിയെടുത്തുകൊണ്ട് പോകാനാണ് അമേരിക്കയുടെ പ്ലാൻ എന്നാണ് ചില ഇന്റലിജൻസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനെ തുടർന്നാണ് ഇസ്രായേൽ കനത്ത സുരക്ഷ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ ഉള്ളിൽ നിന്ന് വരുന്ന മിസൈലുകളുടെ എണ്ണം നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ആ രീതിയിലേക്ക് അവർ അയക്കും. അത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ ഫോക്കസ് ചെയ്ത് തന്നെ അയക്കും. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ അമേരിക്കയുടെ ഒരു എയർ റീഫ്യൂവലർ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്.
അതെന്തിനാണെന്ന് നമുക്കറിയില്ല. പാകിസ്ഥാന്റെ ഉള്ളിൽ അമേരിക്ക അവരുടെ ട്രൂപ്പിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഈ മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്ന ട്രൂപ്സിനെയാണ് ശരിക്കും പാകിസ്ഥാന്റെ ഉള്ളിലും അതേപോലെ ഇറാഖിന്റെ ഉള്ളിലുള്ള അമേരിക്കൻ ബേസിലും ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അവിടെയൊക്കെ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് സിറിയ ജോർദാൻ ബോർഡറിൽ അൽ തനഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബേസ് ഉണ്ട്. ആ ബേസിലും ഇപ്പം ഡിപ്ലോയ്മെന്റ് നടത്തിയിട്ടുണ്ട്. അത് കൂടുതൽ സേനയെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് അമേരിക്ക. അതായത് അണിയറയിൽ എന്തോ ഒരുങ്ങുന്നുണ്ട്, പക്ഷെ അത് ഇമീഡിയറ്റ് ആയിട്ടില്ല, കുറച്ച് ടൈം എടുക്കും. അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചെയ്യുന്നത്, അൺഎക്സ്പെക്റ്റഡ്ലി ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുപോലെ അമേരിക്ക ഇങ്ങനെ വലിച്ചഴച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമല്ല ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു പ്രിസൈസ് ടാർഗറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ ടാർഗറ്റ് ആയിന്നാണ് ആയത്തുള്ള അലി ഖമനിയെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ ദിവസേന ഇറാനുമായിട്ട് യുദ്ധം നടത്തി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഐഡിയ അല്ല അമേരിക്കയ്ക്കുള്ളത്. അതുപോലെ തന്നെ ഇത്തവണ ഹവായ് എന്ന് പറഞ്ഞ ആ ഒരു ഐലൻഡിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ വിമാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇങ്ങനത്തെ പല ടാർഗറ്റുകളും സെറ്റ് ചെയ്യുന്നുണ്ട്. അമേരിക്ക ഒരു സ്ഥലത്ത് ആക്രമണം നടത്തുന്നതിന് മുമ്പേ പല മുന്നൊരുക്കങ്ങൾ നടത്തും. ആ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാം ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഇത് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയാണ്, അവരുടെ ഒരു ടാക്ടിക്സ് ആണ്. ഇത് അവരുടെ ഒരു വാർ സ്ട്രാറ്റജിയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതിനെ ഹൈ ലെവൽ പ്രഷർ പോളിസി ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ട നടപടിക്ക് ഒരു മുന്നൊരുക്കമായിട്ട് ഇതിനെ നമുക്ക് കരുതാം. അതായത് വേണ്ടി വന്നാൽ ആക്രമിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടൊഴിഞ്ഞു പോവാം. ഇതാണ് അമേരിക്കയുടെ നിലപാട്. ഇനി നമ്മൾ നേരെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെന്റുകൾ നടന്നിട്ടുണ്ട്. ശരിക്കും 13-14 ദിവസങ്ങളിൽ, ഈ 2 ദിവസങ്ങളിൽ ഉക്രൈൻ 240 ഡ്രോണാണ് റഷ്യക്കുള്ളിലേക്ക് അയച്ചത്. നിരവധി സ്ഥലങ്ങളിൽ ഈ ഡ്രോൺ വീണ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും റഷ്യക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തിരിച്ച് കീവിന്റെ ഉള്ളിലേക്കാണെന്നുണ്ടെങ്കിൽ കീവിൽ ഏതാണ്ട് -10 ഡിഗ്രിയാണ് അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കറണ്ട് ഇല്ല, തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് റഷ്യ നടത്തുന്നത് കീവിൽ. ശരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉക്രൈൻ ഇപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്, അതായത് ലുഹാൻസ്ക് ഒബ്ലാസ്റ്റ്, ഡോണസ്ക് ഒബ്ലാസ്റ്റ്, കേഴ്സൺ ഒബ്ലാസ്റ്റ്, സെബ്രോഷേഷ്യ ഒബ്ലാസ്റ്റ്, ഈ 4 സ്റ്റേറ്റുകളും ഓൾറെഡി തന്നെ റഷ്യയുടെ കൺട്രോളിലാണ്. ഭാഗികമായിട്ട് ഏതാണ്ട് കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. പിന്നെ ഈ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് റഷ്യ അടുത്ത് ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്നത് കാർക്കീവ് ഒബ്ലാസ്റ്റ്, അതിൻ്റെ അടുത്ത് കിടക്കുന്നത്, അതായത് ഈ ഡോൺബോസ് റീജിയന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന കാർക്കീവ് റഷ്യ പിടിച്ചെടുക്കും. അതുപോലെ തന്നെ ഡിനിപ്രോ പിടിച്ചെടുക്കും. ഈ ഒഡേഷ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലമാണ് ഉക്രൈൻ ഇപ്പോൾ പോർട്ട് ആക്സസ് ഉള്ള ഒരു സ്ഥലം. അതും കൂടി റഷ്യ പിടിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ ഒരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമായിട്ട് മാറുകയാണ്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒഡീഷ ഭാഗത്ത് ശക്തമായ രീതിയിൽ റഷ്യ കയറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, മൂവിങ് ഫോർവേഡ്. അതിനെ പേടിച്ചിട്ടാണ് മോൾഡോവ പറഞ്ഞത് ഞാൻ റൊമാനിയയുമായിട്ട് ചേരാൻ പോവാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നാറ്റോ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ മൈക്കുലാവിയ എന്ന് പറഞ്ഞ ഒരു ഒബ്ലാസ്റ്റ് ഉണ്ട്, ഒരു സ്റ്റേറ്റ്. ഈ ഒബ്ലാസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ് കേട്ടോ. നമ്മളെ കേരളം, തമിഴ്നാട്, കർണാടക എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ വിചാരിച്ചാൽ മതി. അപ്പോൾ അതേപോലെ ഇപ്പം മൈക്കുലോവിയ എന്ന് പറഞ്ഞ ആ ഒരു ഒബ്ലാസ്റ്റും കൂടി റഷ്യ പിടിച്ചെടുക്കും. അപ്പം ഇങ്ങനെ പുതിയതായിട്ട് 4 ടാർഗറ്റുകൾ റഷ്യയുടെ മുന്നിലുണ്ട്. റഷ്യ കൂടുതൽ സ്ഥലം കയറി പിടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളത് സെലൻസ്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ സെലൻസ്കി യൂറോപ്പിനോടും അമേരിക്കയോടും സംസാരിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്, നിങ്ങളെക്കാളും ആയുധം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്, വാർ ടാക്ടിക്സിൽ ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള വിരുദ്ധന്മാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫണ്ട് തരണം, ഞങ്ങൾക്ക് ഫണ്ടാണ് വേണ്ടത്. ഈ ഫണ്ട് ചോദിക്കുമ്പം ഇയാൾ അടിക്കുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഡയലോഗാണ്. റഷ്യയെ ഞങ്ങൾ അങ്ങ് അടിച്ച് തുളച്ച് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്, ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതായത് ഈ 4 പ്രൊവിൻസുകൾ ഓൾറെഡി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് അടുത്ത 4 പ്രൊവിൻസുകളും കൂടി റഷ്യ കയറി പിടിക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നത്. ഇപ്പം ഈ കോമാളി കഥാപാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സെലൻസ്കി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇത് റഷ്യയുമായിട്ട് നേരിട്ട് സംസാരിച്ച്, അതായത് ഇതിനകത്ത് യൂറോപ്പിനെയും അമേരിക്കയും ഒഴിവാക്കിക്കൊണ്ട് ഉക്രൈനിന് വളരെ മാന്യമായിട്ട് റഷ്യ എടുത്ത് ഡയറക്റ്റായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഞാൻ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, എക്കണോമിക് പുരോഗതിക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധം വെക്കും. ബെലറസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലേ? കാരണം റഷ്യയുടെ ബോർഡറിൽ കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഈ വിഷയം പരിഹരിച്ച് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ അതിനുള്ള കഴിവ്, അതിനുള്ള കപ്പാസിറ്റി സെലൻസ്കിക്ക് ഇല്ലാതെ പോയി. അതാണ് നമ്മൾ പറയുന്ന ഈ കോമാളിത്തരം. എനിവേ ഇതിന് പലരും പല ന്യായവാദങ്ങളൊക്കെ കണ്ടെത്തും. പുടിൻ ഡിക്റ്റേറ്ററാണ്, ഇല്ലാന്നാരും പറയുന്നില്ല. പുടിൻ സർവാധികാരിയാണ്, കുറേ കാലങ്ങൾ കൊണ്ട് തന്നെ കസേരയിൽ ഇരിപ്പുണ്ട്. പക്ഷേ ആ രാജ്യമാണ് തീരുമാനിക്കേണ്ടത്, അത് റഷ്യയിലുള്ള ജനങ്ങൾ. മോസ്കോ തീരുമാനിക്കണം അയാളെ എടുത്ത് കസേരയിൽ നിന്ന് കളയണോ വേണ്ടയോ എന്നുള്ളത്. ഇതേപോലെ പ്രതിഷേധങ്ങൾ നടത്താമല്ലോ, ഇപ്പോൾ ഇതാ ഇറാനിൽ നടക്കുന്നത് പോലെ പ്രൊട്ടസ്റ്റ് നടത്താം. അപ്പോൾ അത് അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ നമ്മൾ പറയുന്ന വിഷയത്തിന് റഷ്യ ഉക്രൈൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ മാത്രം നിന്ന് നോക്കുക. അതാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത്. ഇനി എത്രത്തോളം സെലൻസ്കി ഡിലേ ചെയ്തുകൊണ്ടിരിക്കുന്നു അത്രത്തോളം ഉക്രൈൻ്റെ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഇന്നലെ അമേരിക്കയും ഡെൻമാർക്കും നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്, നിരുപാധികം പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഡെൻമാർക്കിൻ്റെ ഫ്ലൈറ്റാണ് ഇതാ വരുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഡെൻമാർക്കിൻ്റെ ഫ്ലൈറ്റ് ഗ്രീൻലാൻഡിലേക്ക് വരികയാണ്, സോൾജേഴ്സിനെ കൊണ്ടുവരാണ്. അതായത് ഇവർ വൻതോതിൽ മിലിറ്ററി ഡിപ്ലോയ്മെൻറ്റ് നടത്താൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആൾക്കാരാണ്.
അപ്പോൾ ഈ വൻതോതിൽ മിലിറ്ററി ഡിപ്ലോയ്മെന്റിൽ ജർമ്മനി ആവേശപൂർവ്വം ഞങ്ങൾ ഗ്രീൻലാൻഡിനോടൊപ്പമാണ്, ഗ്രീൻലാൻഡിനെ ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മെർസ് ഫ്രെഡറിക്, ജർമ്മനിയുടെ ചാൻസലർ, സോൾജേഴ്സിനെ അയച്ചു വെച്ചിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്നും സോൾജേഴ്സിനെ ഗ്രീൻലാൻഡിലേക്ക് അയച്ചു വെച്ചിട്ടുണ്ട് സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ജർമ്മനി അയച്ചു വെച്ചത് വെറും 13 പേരാണ്. ജസ്റ്റ് 13 സോൾജേഴ്സ്, അതായത് 13 സോൾജേഴ്സിനെയാണ് ജർമ്മനി ഗ്രീൻലാൻഡിലേക്ക് പ്രൊട്ടക്ഷന് വേണ്ടി അയച്ചത്. എന്ത് നാണക്കേടാണത്! ഈ 13 പേരെ അയക്കുന്നതിന് ഭേദം വെറുതെ ഇരിക്കാമല്ലോ. ഇനി ഗ്രീൻലാൻഡിന് മേലുള്ള അവകാശവാദം ഉന്നയിക്കുന്ന ഗ്രീൻലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ഞങ്ങൾ ഡെൻമാർക്കിനോടൊപ്പമാണെന്ന് വിളിച്ച് പറയും. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഡെൻമാർക്ക് അയച്ചു കൊടുത്തിരിക്കുന്ന സോൾജേഴ്സിന്റെ എണ്ണം 100, ജസ്റ്റ് 100 സോൾജേഴ്സ് അതാണ് അയച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഫ്രാൻസ് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ എത്ര പേരെ അയക്കും എന്ന് പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ എത്രയാണോ അയക്കുന്നത്, പ്രത്യേകിച്ച് ജർമ്മനി എത്രയാണോ അയച്ചിരിക്കുന്നത്, ഇനി UK എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാക്രോൺ നോക്കും. അങ്ങനെ ഇതെല്ലാം നോക്കി വിലയിരുത്തിയിട്ട് എന്നാൽ പിന്നെ ഞാനൊരു 15 പേരെ കൊടുക്കാം എന്ന് ഫ്രാൻസ് പറയുമായിരിക്കാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇവര് ഒരു യുദ്ധവും നടക്കാത്ത ഒരു സ്ഥലത്ത് തന്നെ ഇവർ ഈ രീതിയിലാണ് മിലിറ്ററി ഡിപ്ലോയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഉക്രൈൻ ഇവർ എത്ര പേരെ കൊടുക്കും? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് യാഥാർത്ഥ്യം. ഉക്രൈൻ ശരിക്കും ഒരു ഇരയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉക്രൈൻ തിരിച്ചറിയുന്നില്ല, ഉക്രൈന്റെ ഭരണാധികാരി തിരിച്ചറിയുന്നില്ല. ഉക്രൈനിലെ ജനങ്ങളുടെ പരിതാപകരമായ അവസ്ഥ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതായത് ഈ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പൊക്കെ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ അമേരിക്കയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ, ഈ അമേരിക്ക ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് കാരണം എന്താണ്? അമേരിക്കയും ഇതേ വെസ്റ്റേൺ ചോര തന്നെയാണ് അവിടെ കിടക്കുന്നത്. അമേരിക്കയിൽ ഉണ്ടായിരുന്നത് റെഡ് ഇന്ത്യൻസ് ആണ്. ഈ റെഡ് ഇന്ത്യൻസിനെ 1500 കാലഘട്ടങ്ങളിൽ എന്താണ് ചെയ്തിരുന്നത്? അമേരിക്കയുടെ ഡെമോക്രസി എങ്ങനെയാണ് പൂത്തുലഞ്ഞത്? ഈ സ്പെയിൻ, പോർച്ചുഗൽ ഇതേപോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ UK, സ്പെയിൻ, പോർച്ചുഗൽ ഇവരൊക്കെയാണ് ആദ്യം അമേരിക്കയെ കൊള്ളയടിക്കാൻ പോയത്. അത് കഴിഞ്ഞിട്ട് അവിടെ സ്വർണം കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അവിടുത്തെ മൈനിങ് വർക്കിന് വേണ്ടിയിട്ടാണ് ഈ ആഫ്രിക്കൻസിനെ അവിടെ കൊണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ അടിമക്കച്ചവടം നടത്തിയ ഒരു സംഭവമായിരുന്നു ഈ അമേരിക്കയിലേക്ക് മൈനിങ് വർക്കിന് വേണ്ടിയിട്ട് അടിമകളെ വാങ്ങിച്ചുകൊണ്ട് പോയത്. അതാണ് ലോകത്തിൽ നടന്ന ഏറ്റവും വലിയ അടിമ വിൽപ്പന. ഇതൊക്കെ 1500കളിൽ നടന്നാണ്. അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു അമേരിക്ക ലാൻഡ് മാത്രം നിങ്ങൾ നോക്കി കാണേണ്ട. മെക്സിക്കോ, കാനഡ, അമേരിക്ക ഇതെല്ലാം ചേർത്ത് തന്നെയാണ് പറയുന്നത്. ആ മേഖലയിലൂടെ പല മാർഗങ്ങളിലൂടെയും അവിടെ ആൾക്കാർ കടന്നു കയറിയിട്ടുണ്ട്. പല രാജ്യക്കാരും ഉണ്ട്. ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ യൂറോപ്യൻസിന്റെ ഇരട്ടത്താപ്പ്. ഇതേ വെസ്റ്റേൺ രാജ്യങ്ങളാണ് ഇപ്പം ആഫ്രിക്കയെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട സ്വഭാവം തന്നെ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. കാരണം ഇവർ താമസിക്കുന്ന സ്ഥലത്ത് വലിയ രീതിയിലുള്ള അസറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം തണുത്തുറഞ്ഞ മഞ്ഞ് വീഴുന്ന കാലാവസ്ഥയിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഇവർക്ക് അവിടെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇവരെല്ലാം തന്നെ മറ്റുള്ള വെൽത്തിയർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കൊള്ളയടിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവർ പണ്ടുകൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അമേരിക്കയിൽ ഇവർ ചെയ്തത്. ഇന്ന് അമേരിക്കയിൽ നിന്നും വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്ന, അതേപോലെ ആന്റി ഇമിഗ്രന്റ് ലോ ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാർ എല്ലാവരും തന്നെ ഈ വെസ്റ്റേൺ രാജ്യത്തിൽ നിന്ന് പോയി ചേക്കേറിയവന്മാരും ഒറിജിനൽ അമേരിക്കൻസ് ആയിട്ടുള്ള റെഡ് ഇന്ത്യൻസിനെ തുരത്തി ഓടിച്ചവന്മാർ തന്നെയാണ് അവിടെ ഇരുന്ന് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുമ്പോഴത്തേക്കും വെസ്റ്റ് എന്ന് ചേർത്ത് പറയുമ്പോഴത്തേക്കും അമേരിക്കയും കൂടി ചേർത്ത് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ കേരളത്തിൽ നിന്ന് പോയ കുറേ ആൾക്കാരും കൂടി ഉണ്ട്. ഇവിടെ നിന്ന് പോയിട്ട് അവിടുത്തെ നാഷണാലിറ്റി വാങ്ങിച്ചിട്ടിരിക്കുന്ന കുറേ വെസ്റ്റേൺ തലമുറക്കാരുണ്ട്. ഇവിടെ കേരളത്തിലുള്ള വെസ്റ്റേൺ തലമുറക്കാർ, മധ്യ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. ഇവരുടെയൊക്കെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇവിടെ നിന്ന് അങ്ങ് പൊട്ടിമുളച്ചതാണെന്നും അവർ ഡെമോക്രസിക്ക് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ മാനവികതയ്ക്ക് വിരുദ്ധമായിട്ടോ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിലാണ് അവരുടെയൊക്കെ സംസാരവും പെരുമാറ്റവും. ട്രംപ് കാണിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അമേരിക്കൻസിന്റെ നിലപാട്. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പ്രൗഡ് ഫീലാണ്. അതായത് മറ്റുള്ള രാജ്യങ്ങളെ അടിച്ചമർത്തുമ്പോൾ, മറ്റുള്ള രാജ്യങ്ങൾക്ക് മേലിൽ താരിഫ് പോലത്തെ ചുങ്കവരിയൊക്കെ ചുമത്തുമ്പോൾ ഇവർക്ക് ഹാപ്പിയാണ്. അതായത് ഇവർ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്നതായിട്ട് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ദേ ഫീൽ പ്രൗഡ്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. എൻ്റെ ഒറിജിൻ ഇന്ത്യയിലാണ്, എൻ്റെ വേര് കേരളത്തിലാണ്, അല്ലെങ്കിൽ ഞാനൊരു മലയാളിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന രാജ്യക്കാരനാണ്, എൻ്റെ രാജ്യത്തിൽ എന്നെ പോലെ തന്നെ കുറെ ആൾക്കാരുണ്ട് എന്നുള്ള മാനസികാവസ്ഥയൊന്നും ഇവർക്കില്ല. എല്ലാവരെയും ഞാനിപ്പോൾ ചേർത്ത് പറയുന്നില്ല. ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ സ്വഭാവമുണ്ട്. അവർ അമേരിക്കയിലേക്ക് പോയി അമേരിക്കൻ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ദേ ആർ അമേരിക്കൻസ്. അത് ശരിയാണ്, അവർ അമേരിക്കൻസ് ആണ്. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ മാതൃഭാഷ മലയാളമായതുകൊണ്ട് നമ്മൾ പറയുന്ന വിഷയങ്ങളൊക്കെ ചിലരെങ്കിലും കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നതിന്റെ രോഷപ്രകടനം അവർ നടത്തുന്നുണ്ട്. അതിന് നമുക്കൊന്നും ചെയ്യാനുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അമേരിക്കയ്ക്ക് വളരെ മിടുക്കനായിട്ടുള്ള ഒരു പ്രസിഡന്റ് ആവാം, ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. അതൊക്കെ തീരുമാനിക്കേണ്ടത് അമേരിക്കൻ ജനതയാണ്. 4 വർഷം കഴിഞ്ഞിട്ട് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് കൃത്യമായിട്ട് ബാലറ്റ് പേപ്പറിൽ മനസ്സിലായിക്കോളും. നമ്മൾ അതിനെയല്ല വിലയിരുത്തുന്നത്. ഞാനൊരു ഇന്ത്യൻ എന്നുള്ള നിലയിൽ ഇന്ത്യക്കിട്ട് അയാൾ എന്തൊക്കെയാണ് ഇന്ത്യയെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള പോളിസികളൊക്കെ ഇറക്കുന്നത്, അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൻ്റെ ജനങ്ങൾക്കാണ്, മൈ പീപ്പിൾ, ഇന്ത്യയിലുള്ള മലയാളികൾക്കാണ് ഞാൻ ഈ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് വന്നിട്ട് അമേരിക്കയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ പ്രവർത്തിക്കാനല്ലല്ലോ. എൻ്റെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവിലെ ഞാൻ കാണുകയുള്ളൂ. കാരണം എൻ്റെ പൂർവികം എൻ്റെ എല്ലാം ഇന്ത്യയിലാണ്. അപ്പോൾ എന്തായാലും കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.